മരണക്കിടക്കയിൽ പുഞ്ചിരിയോടെയായിരുന്ന കർമ്മലീത്ത സന്യാസിനിയായ സിസിലിയ മരിയ ഡില സാന്റാഫാസിന്റെ നാമകരണ നടപടികൾ ആരംഭിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ച് അർജന്റീനയിലെ സാന്റാ ഫെഡില വെരാക്രൂസ് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനോയ്. ന്യൂക്കൻ പ്രവിശ്യയിൽ നിന്നുള്ള സിസ്റ്റർ സിസിലിയ 2016 തൻ്റെ 42-ാം വയസ്സിലാണ് ക്യാൻസർ ബാധിച്ച് മരിച്ചത്. ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വിശ്വാസവും ക്രിസ്തീയ ജീവിതത്തോടുള്ള വലിയ പ്രതിബദ്ധതയ്ക്കുള്ള ആഗ്രഹവും സിസ്റ്റർ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഉണർത്തിയിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സിസ്റ്റർ സിസിലിയ മരിയ ഡില സാന്റാഫാസിന്റെ പേരിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളും രോഗശാന്തികളും മറ്റെല്ലാ വിവരങ്ങളും നടപടിയുടെ ഭാഗമായി cancilleria@acquinsantdefe.org.ar എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അറിയിക്കാൻ അതിരൂപത അറിയിച്ചു. കൂടാതെ സിസ്റ്റർ സിസിലിയയുടെ പേരിലുള്ള രചനകളുള്ളവർ എത്രയും വേഗം അവ അയക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെട്ടു. അന്തിമ നാളുകളിൽ സാന്റാഫെ അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന കാർമൽ മഠത്തിലാണ് സിസ്റ്റർ സിസിലിയ താമസിച്ചിരുന്നത്. വാഷിംഗ്ടണിലെ അമലോത്ഭവനാഥ തീർത്ഥാടന കേന്ദ്ര ബസിലിക്കയുടെ കോമ്പൗണ്ടിലുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ തിരുസ്വരൂപം സാമൂഹ്യ വിരുദ്ധർ വികൃതമാക്കി. മുഖത്ത് ചുറ്റിക വെച്ചടിച്ച നിലയിലാണ് തിരുസ്വരൂപമുള്ളത്. 2021 സമാനമായ വിധത്തിൽ ബസിലിക്കയുടെ കോമ്പൗണ്ടിലുള്ള ഫാത്തിമ നാഥയുടെ തിരുസ്വരൂപം വികൃതമാക്കപ്പെട്ടിരുന്നതായി തീർത്ഥാടന കേന്ദ്രം റെക്ടർ മോൺസിഞ്ഞോർ വാൾട്ടർ റോസി പറഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഭംഗി നശിപ്പിക്കുക മാത്രമല്ല, സമാധാനവും ആശ്വാസവും തേടി ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ ഹൃദയത്തിൽ ആത്മീയ മുറിപ്പാടായി മാറുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെ ഈ നടപടിയിൽ ഖേദമുണ്ടെങ്കിലും ഇത് ചെയ്തവരുടെ മാനസാന്തരത്തിനായുള്ള പ്രാർത്ഥനയ്ക്കാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും റെക്ടർ കൂട്ടിച്ചേർത്തു. ഉണ്ണീശോയെ ലാളിക്കുന്ന വിശ്വാസ സംരക്ഷകയായി മറിയത്തിൻ്റെ ഈ പ്രതിമ ജോൺ ജോസഫ് റുസോ എന്ന ശില്പിയാണ് രൂപകൽപ്പന ചെയ്തത്. ഈ വർഷം ജൂലൈ 28 ഞായറാഴ്ച ആഘോഷിക്കുന്ന മുത്തശ്ശിമാരുടെയും പ്രായമായവരുടെയും 4ാമത് ലോകദിനത്തിൻ്റെ പ്രമേയം പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. വാർദ്ധക്യത്തിൽ എന്നെ ഉപേക്ഷിക്കരുത് എന്ന സങ്കീർത്തനം 71:9 തിരുവചനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിനായി പ്രത്യേകമായി പാപ്പ തിരഞ്ഞെടുത്തത്. നിർഭാഗ്യവശാൽ പലപ്പോഴും വലിച്ചെറിയപ്പെടുന്ന സംസ്കാരത്തിൻ്റെ ഇരകളാകുന്ന ജീവിതത്തിലെ കൈപ്പേറിയ കൂട്ടാളിയായ ഏകാന്തത എങ്ങനെയാണെന്ന് അടിവരയിടാൻ ഈ പ്രമേയത്തിലൂടെ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നുവെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് വെളിപ്പെടുത്തി. മുത്തശ്ശന്മാരുടെയും പ്രായമായവരുടെയും ദൗത്യങ്ങളെയും സഭയുടെ ജീവിതത്തിലേക്കുള്ള അവരുടെ സംഭാവനകളെയും വിലമതിച്ചുകൊണ്ട് ഈ ദിനാചരണം തലമുറകൾ തമ്മിലുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നതിലും ഏകാന്തതയ്ക്കെതിരായ പോരാട്ടത്തിലും ഓരോ സഭാ സമൂഹത്തിൻ്റെയും പ്രതിബദ്ധത പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മായർക്കും കുടുംബത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ കെവിൻ ഫാരൻ പറഞ്ഞു. ഒപ്പം ഇത്തരത്തിലൊരു പ്രമേയം തിരഞ്ഞെടുത്ത പാപ്പായ്ക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. വയനാട്ടിൽ വനം വകുപ്പ് വാച്ചർ പോളിന്റെ ഭരണത്തിൽ സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. വനം വകുപ്പ് കർഷക വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സർക്കാരിന്റെ കർഷകദ്രോഹ സമീപനം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ നിരന്തരമായി അവഗണിക്കുകയാണ്. വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ കാലോചിതമായി ഭേദഗതി ചെയ്യണം. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടാകണമെന്ന് മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞു. വനം മന്ത്രിയുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്ന് കരുതുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമേ സർക്കാർ നടപടികൾ സ്വീകരിക്കൂ എന്ന നിലപാട് ഏറെ ദുഃഖകരമാണ്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ മലയോര കർഷകരുടെ പ്രതിഷേധം സർക്കാർ അവഗണിക്കുകയാണ്. സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണിത്. ശക്തമായ പ്രതിഷേധങ്ങൾ മലയോര കർഷകരെ സംഘടിപ്പിച്ച് നടത്തുമെന്ന് മാർ ജോസഫ് പാമ്പ്ളാനി മുന്നറിയിപ്പ് നൽകി. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.